എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു സുപ്രഭാതം. ഇന്ന് ഞായറാഴ്ച. ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ഒത്തുകൂടുന്നൊരു ദിവസം ഇന്ന്. രാവിലെ തന്നെ പതിവ് പോലെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ പള്ളിയിലോട്ട് കുർബാന കാണുക. അത് തന്നെ സംഭവം. അവിടെ ചെന്ന് കുർബാനയും കണ്ടു കഴിയുമ്പോൾ ഞായറാഴ്ച ഒരു തുടങ്ങി. ഞായറാഴ്ച പള്ളിയിലെ കുർബാനയും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ചങ്ങായിമാർ അവിടെ നിൽക്കണം. പിന്നെ അവരോട് എന്തെങ്കിലും കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സ്വറയം പറഞ്ഞ് നേരെ പിന്നെ വിനോചേട്ടൻ്റെ കൂടെ ഇറച്ചി മേടിക്കാൻ വേണ്ടി പറവൂർക്ക്. ഇന്ന് നമ്മൾ കൂട്ടുകാരൊക്കെ കൂടി ഒത്തുകൂടാനുള്ള കൂടെ ഫാമിലി ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ചധികം ഇറച്ചി മേടിച്ചേക്കാന്ന് ചോദിച്ചു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ തുണിക്കടയിൽ ചുരിദാർ തൂക്കിട്ടേക്കണ പോലെ ഇഷ്ടം പോലെ ഇറച്ചി അന്തവും കൊന്തവും വിട്ടേക്കണ വിനോചേട്ടൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ഇറച്ചി മേടിച്ച് നേരെ വീട്ടിലോട്ട്. അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ റിൻസ് ചേച്ചിയും ചേച്ചിയും സിബി ചേച്ചിയും കൂടി ഇറച്ചിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. പിന്നെ ഞങ്ങളും അങ്ങോട്ട് കൂടി. അതിനിടയിലാണ് ചേച്ചി നല്ല ഉഷാറായിട്ട് പണിയെടുക്കുന്നതിൻ്റെ ഇടയിലാണ് സിബി ചേച്ചി നല്ല താറാവ് മാഞ്ഞാലിന് മേടിച്ച കപ്പിട്ടിട്ട് വെച്ചിട്ട് കൊണ്ടുവന്നത്. പിന്നെ വെറുതെ ഇരിക്കോ എല്ലാവരോടും ചേർന്നത് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. ആ വിനോദൻ്റെ ചവ കണ്ടാലുണ്ടല്ലോ, ആ താറാവിൻ്റെ തള്ള പോലും സഹിക്കില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവരും കൂടി ഫാമിലിയായിട്ട് ഒത്തുകൂടി പരിചയപ്പെടലും സന്തോഷം പങ്കുവെക്കലും ഒത്തിരി നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടലും എല്ലാം കൂടി ആയതുകൂടി ഇത് വേറൊരു വൈബിലേക്ക് പോയി. അതിൻ്റെ ഇടയിൽ നമ്മുടെ ജസ്റ്റ് ചേച്ചി അടിപൊളി പാട്ടും പാടി. ആ പാട്ടും എല്ലാം ആസ്വദിച്ച് ഒരു സമയം പോയി അറിഞ്ഞില്ല. ആ പെരിയാറിൻ്റെ തീരത്ത് ലജി സാറിൻ്റെ വീട്ടുമുറ്റത്ത് അവർ ഔട്ട് ഹൗസിൽ അങ്ങനെ കൂടിക്കഴിഞ്ഞപ്പോഴല്ല എല്ലാവർക്കും പ്രാർത്ഥന മൂടാണോ സന്തോഷത്തിന് മൂടാണോ പിള്ളേരടക്കം എല്ലാവരും അടിച്ചു വിളിച്ചു. അതുകൂടാതെ ഇതുവരെ വരാത്ത എല്ലാവരും തന്നെ ഫാമിലി ആയിട്ട് വന്നു. അത് വേറെ വൈബായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കുന്നത് കഴിഞ്ഞപ്പോഴല്ല ഞായറാഴ്ച ദിവസം പൊളിയായിരുന്നു. അതായത് ഗോകുലത്തിൻ്റെ ഞായറാഴ്ച പെരിയാറിൻ്റെ തീരത്തിരുന്ന് ആ ഒരു ദിവസം ആ പോയതറിഞ്ഞില്ല. അതായത് ഗോകുലത്താർക്ക് ഇറച്ചിയില്ലാത്ത ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ആലോചിക്കാനേ വയ്യ. ആ ഇറച്ചിക്കറിയും കൂട്ടി കായിട്ടതും കൂട്ടി ആ ഞായറാഴ്ച അങ്ങോട്ട് തീർന്നിട്ടുണ്ടല്ലോ. അതെന്നൊക്കെയുള്ള ഒരു ഓർമ്മയും എല്ലാവർക്കും അപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു ദിവസം കൂടി ഈ ഒരു കൂട്ടായ്മ സമ്മാനിച്ച് എല്ലാവർക്കും ഹാപ്പി സൺഡേ.